എല്ലാവർക്കും അറിയുന്നത് പോലെ സഭ ഇന്നൊരു വലിയ ദിനം ആചരിക്കുന്നു അല്ലെ, വിഭൂതി ബുധൻ, ഇംഗ്ലീഷില് ആഷ് വെനസ്ഡേ. അപ്പോൾ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒത്തിരി മക്കളെയാണ്. അതായത് ടീനേജേഴ്സ്, മേ ബി 20 ആൻഡ് അബവ് അല്ലെങ്കിൽ 25, ആ ഏജിലുള്ള പിള്ളേരൊക്കെയാണ് കേട്ടോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അതായത് ദിവ്യബലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം, ദേവാലയങ്ങൾ അടുത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി മക്കളെ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് അതിനോട് ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഞാൻ ഇന്ന് എടുക്കുന്നത്. വചനത്തിലൂടെ നമുക്ക് തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് 19-ാം വാക്യത്തില് വചനം പറയുന്നത് ഇങ്ങനെയാണ്: നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു. അപ്പോ ഇന്ന് വൈദികൻ ദിവ്യബലിയുടെ ഇടയില് നമ്മുടെ നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുന്നു. അതാണ് എന്റെ ഈ നെറ്റിയിൽ കാണുന്ന ഈ ചാരം പൂശിക്കൊണ്ട് വൈദികൻ കുരിശടയാളത്തില് മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങുന്നു എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അറിയാം, നമ്മ ഒരു നോൻപ് കാലഘട്ടത്തിലേക്കാണ് കടക്കുന്നത്, അല്ലെങ്കിൽ ഒരു 40 നാൾ ഉപവാസ കാലഘട്ടത്തിലേക്ക് കടക്കുന്നു. നോയമ്പ് കാലം, ലെന്റൽ സീസൺ അല്ലേ, ലെന്റൻ സീസൺ ഇംഗ്ലീഷിൽ പറയുന്ന അങ്ങനെയാ, ലെന്റൻ സീസൺ. അപ്പോൾ ഈ ലെന്റൻ സീസണില് സഭ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന്റെ കൂടെ യാത്ര ചെയ്യുക. അതെങ്ങനെയാവാം? ദിവ്യബലി കൂടുതൽ സമർപ്പിക്കുക, എല്ലാ ദിവസങ്ങളിലും പറ്റുന്ന അടുത്തോളം മാക്സിമം ദിവ്യബലിക്ക് പോവുക, വചനം വായിക്കുക വീട്ടില് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നമുക്ക് സമയം കിട്ടുന്നത് പോലെ അറ്റ്ലീസ്റ്റ് 1 സെന്റൻസ് വചനം വായിച്ച് നമ്മുടെ മനസ്സിൽ അത് കാത്തു സൂക്ഷിക്കുക. ഉപവാസത്തെ കുറിച്ചാണെങ്കിലും പറയുന്നത് ഇങ്ങനെയാണ്: ദാനധർമ്മം, അല്ലെങ്കിൽ സ്നേഹത്തോടെ നമ്മൾ മറ്റുള്ളവരെ കാണുക, സമീപിക്കുക, കരുതലോടെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കുക, രോഗികളെ ശുശ്രൂഷിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ തന്നെ മാതാപിതാക്കളൊക്കെ, നമ്മുടെ കൈസഹായം ആവശ്യമുള്ള മാതാപിതാക്കളെയൊക്കെ സ്നേഹത്തോടെ കരുതലോടെ സമീപിക്കുക, വാക്കുകളൊക്കെ സൂക്ഷിച്ചു പെരുമാറുക. ഇതൊക്കെ എല്ലാം നമ്മുടെ ഉപവാസ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു പോവുക എന്നുള്ളതാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ 40 നാളില് നമ്മൾ എല്ലാവരും ഒരുങ്ങേണ്ട ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോ എങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഈ 40 നാൾ, അതായത് ഈസ്റ്റർ സൺഡേ വരെ നമുക്ക് എല്ലാവർക്കും ഈശോയുടെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആമേൻ. താങ്ക് യു.